5090, twice the performance of a 4090. ഒരു ഇച്ചിരി തള്ള അവിടെ കൂടി പോയിട്ടുണ്ട്. സോ ഓൾറെഡി 3-4 ഡേയ്സ് ബാക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത തേർഡ് പാർട്ടി റിവ്യൂസ് വന്നു കഴിഞ്ഞു. ആൻഡ് ട്രസ്റ്റ് മീ, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് CPU പോലും 5090 കൂടെ ബോട്ടിൽ നെക്ക് ആണ് ഇൻ സർട്ടൻ സിനാരിയോസ്, അൺലെസ് നിങ്ങൾ 4K ഓർ അതിന് മേലെയുള്ള ഗെയിമിങ്ങിന് വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ എൻവിഡിയ പറഞ്ഞതുപോലെ ഡബിൾ ദി പെർഫോമൻസ് ഓഫ് 4090 ഒന്നുമില്ല. എനിവേസ് തേർഡ് പാർട്ടി റിവ്യൂസ് നോക്കുവാണെങ്കിൽ ഓൺ ആവറേജ് പറഞ്ഞാൽ 30% ഫാസ്റ്റർ ആണ് കമ്പയർ ടു RTX 4090. ആൻഡ് ഈ GPU ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പെർഫോമൻസിന് വേണ്ടിയാണ്. സോ ഒബ്വിയസ്ലി 4K അല്ലെങ്കിൽ അബവ് 4K ഗെയിമിങ്ങിന് വേണ്ടി, അതും ഹൈ റെസൊല്യൂഷൻ, നിങ്ങളുടെ കയ്യിൽ അത്രയും ഹൈ പവേർഡ് PC ഉണ്ട് ആൻഡ് 4Kയിൽ ഏറ്റവും ഹയസ്റ്റ് റിഫ്രഷ് റേറ്റ് ഉള്ള മോണിറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകത്തുള്ളൂ. ഗെയിമിംഗ് അല്ലാതെ നോക്കുവാണെങ്കിൽ ഹൈ എൻഡ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് വർക്ക് ലോഡ്സ് AI ബേസ്ഡ്, സ്പെഷ്യലി AIക്കാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. സോ AI ബേസ്ഡ് അപ്ലിക്കേഷൻസിന്, മെഷീൻ ലേണിംഗ്, ഹെവി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് അപ്ലിക്കേഷൻസിന് വേണ്ടി ഏറ്റവും ബെസ്റ്റാണ്. ഇൻ കേസ് അത്രയും ഹൈ ബഡ്ജറ്റ് ഉണ്ട്, അത്രയും ഹൈ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, അത്രയും ഹയസ്റ്റ് സ്പെക്കുള്ള PC ഉണ്ടെങ്കിൽ, പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ടാസ്കിൽ 10 to 20% ഫാസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ ഇൻ കേസ് പ്രീവിയസ് ജനറേഷൻ 4080 or 4090 ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ടാസ്കിന് ഇപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5090 or 5080 പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് പവർ ഡ്രോ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. 600 വാട്ട്സ് ഒക്കെയാണ് എടുക്കുന്നത്. ആൻഡ് ഇൻ കേസ് കുറച്ച് ഓവർ ക്ലോക്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ 700 വാട്ട്സിന് മേലെ പോകുന്നുണ്ട്. സോ 5090 ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കൂളിംഗ് ആവശ്യമാണ്. അതേപോലെ തന്നെ പവർ സപ്ലൈ ഒരു 1000 വാട്ട്സ് to 1200 വാട്ട്സിൻ്റെ ഒക്കെയാണ് പവർ സപ്ലൈസ് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. PCI Gen 5ഉം PCI Gen 4 തമ്മിൽ വലിയ വ്യത്യാസം, ഹെവി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ PCI Gen 4 ബോർഡ്സ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം 50 സീരീസ് കാർഡ്. സോ ഇന്ത്യയിൽ എന്തായാലും RTX 5090 ഫ്രം January 30th ആയിരിക്കും അവൈലബിൾ ആകുന്നത്. പ്രൈസിംഗ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. മോസ്റ്റ്ലി കൂടുതലായിരിക്കും, ബിക്കോസ് ഇവിടെ പല ലീക്സ് വരുന്നുണ്ട്. ഓൾറെഡി ഗ്രാഫിക്സ് കാർഡ്സ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഷോർട്ടേജ് ആണെന്നാണ് പല കമ്പനീസ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് സ്കാൽപ്പേഴ്സ് ഓൾറെഡി ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. $2,000 കാർഡ് $3,500 $4,000 മേലെയാണ് പ്രൈസ് വെച്ചേക്കുന്നത്. സോ എന്തായാലും ഇന്ത്യയിൽ വരുമ്പോൾ മോസ്റ്റ്ലി 2,25,000 to 2,50,000 റേഞ്ചിലായിരിക്കും തേർഡ് പാർട്ടി കാർഡ്സിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ആൻഡ് മേ ബി ചില മോഡൽസ്, ഹൈ എൻഡ് മോഡൽസ് ഒക്കെ 3 lakh 4 lakh റേഞ്ച് വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. 5080 ഗ്രാഫിക്സ് കാർഡിൻ്റെ റിവ്യൂസ് മോസ്റ്റ്ലി Jan 28-29 വരും. ആൻഡ് അത് കഴിഞ്ഞ് ഫെബ്രുവരിയിലായിരിക്കും 5080 വരാൻ പോകുന്നത്. സോ 5090 എൻവിഡിയ പറഞ്ഞ പോലെ ഡബിൾ ദി പെർഫോമൻസ് ഓഫ് 4090 ഇല്ല, ജസ്റ്റ് 30% ഉള്ളൂ. ചില ആപ്ലിക്കേഷൻസിൽ അതിലും കുറവാണ്, ചിലതിൽ കുറച്ച് കൂടുതലാണ്. ബട്ട് ഓൺ ആവറേജ് 30% ഫാസ്റ്റർ ദാൻ 4090. ബട്ട് സെയിം ടൈം 25 to 30% പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേപോലെ 3DPയും കൂടിയിട്ടുണ്ട്. വാങ്ങണോ വേണ്ടയോ, യു ഡിസൈഡ്.